ഇതിന്റെ ഒരു തുടർച്ച എന്നൊക്കെ പറഞ്ഞ പലരും അതിനെന്തെങ്കിലും സാധ്യതകളുണ്ടോ? സാധ്യത ഇല്ല. കാരണം അതിനൊരു ശക്തമായ രീതിയിൽ അതിൻ്റെ കുറേ അധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ സൈനു ഈ 3 വർഷക്കാലം എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഇടയ്ക്ക് വന്നിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ സംഭവിച്ചതാണ്. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ സിനിമ ഇറങ്ങുന്നതിന് വളരെ നാളുകൾക്ക് മുമ്പേ തന്നെ തുടങ്ങിയ വിവാദങ്ങളുടെ തുടർച്ച മാത്രമാണ്. പ്രതി തമാശ രീതിയിലാണെങ്കിലും ചോദിച്ചിട്ട് പോയാലും മഞ്ഞവെയിൽ മരണങ്ങൾ നമുക്ക് ചെയ്യേണ്ടത്. അടുത്ത ഞങ്ങൾ മഞ്ഞവെയിൽ മരണങ്ങൾ ചെയ്യാൻ പോകും. നജീബിന്റെ ജീവിതം എങ്ങനെയായിരിക്കും ഒരു പക്ഷേ മാറ്റിമറിക്കുന്നത്? ഞാൻ ബെന്യാമിന് കൊടുത്തതിൻ്റെ 10 ഇരട്ടി തുക അദ്ദേഹത്തിന് എത്തിയിട്ടുണ്ട്. ആശങ്ക ആർക്കും വേണ്ട. ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യാം. വെൽക്കം ബ്ലസ്സി സാർ, ബെന്യാമിൻ സാർ, സ്വാഗതം. രണ്ടുപേർക്കും റീൽ ട്രീലിലേക്ക് സ്വാഗതം. അതിന് തന്നെ വലിയൊരു കൺഗ്രാറ്റ്സ് പറയുകയാണ്. സിനിമ ആഘോഷിക്കപ്പെടുകയാണ്. സാർ, ഒരു വലിയ മഴ പെയ്ത് തോരുമ്പോൾ ഒരു ശാന്തത ഉണ്ടല്ലോ, ആ ഒരു ശാന്തതയാണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത്. അതിനോടൊപ്പം തന്നെ റിലീസ് ദിവസം രാത്രി ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ 2 ചോദ്യങ്ങളും എനിക്ക് തീരെ ഇപ്പോൾ ഉറക്കം കുറേ റിലീസെന്നല്ല, റിലീസിന് മുമ്പും റിലീസിന് ശേഷവും ഇന്ന് പോലും അതൊരു കുറച്ച് കാര്യങ്ങൾ ശീലമാണ്. ഒരു വെളുപ്പാങ്കാലത്ത് ഒരു 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉറങ്ങാറില്ല. അപ്പം പലപ്പോഴും കിടക്കുന്ന 1 മണിക്കും 12 മണിക്കും 1 മണിക്കും ആകുമ്പം പിന്നെ 2 മണിക്കൂർ 3 മണിക്കൂറാണ് സ്വാഭാവികമായിട്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശാരീരികമായിട്ടും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മഴ തോർന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മഴ ഇങ്ങനെ ചാറ്റി നിൽക്കുമ്പോഴും ഒരു ഇടിമുഴുക്കൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരവസ്ഥയിലാണ്. അപ്പം ശാന്തതയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. സിനിമയെ പൂർണ്ണമായി സിനിമയുടെ വിജയത്തിനെ ഇങ്ങനെ അങ്ങോട്ട് ഉൾക്കൊണ്ടുവരുന്നതേ ഉള്ളൂ. വളരെ സന്തോഷമാണ്. എന്താണേലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോവൽ സിനിമയാക്കപ്പെടുമ്പോൾ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിക്ക് നമുക്ക് വാക്കുകൾക്ക് നമുക്ക് അതിർവരമ്പുകൾ വയ്ക്കാൻ പറ്റും, നമുക്ക് എങ്ങനെ വേണോ എഴുതാം. പക്ഷേ ഒരു ദൃശ്യഭാഷയിലേക്ക് അത് വന്നു കഴിയുമ്പോൾ ഒരു സംവിധായകൻ, ഒരു തിരക്കഥാകൃത്ത് എഴുതുന്നത് അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഇത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമുക്ക് ദൃശ്യത്തിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും ഈ ഒരു നോവലിൽ ഈ ഒരു ബുക്കിൽ താങ്കൾ എഴുതിയ പല കാര്യങ്ങളും തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ ബ്ലസ്സി സാറിൻ്റെതായ ഒരു വേർഷനിലാണ് കാണിക്കുന്നത്. അപ്പം ഒരു 100% താങ്കൾ എഴുതിയതിനോട് നീതി പുലർത്തി. എന്താണ് അതിനോടുള്ള ഒരു കമൻറ്റ് എന്താണ് ശരിക്കും പറഞ്ഞത്? അല്ല, നമ്മൾ 1000 പേര് നോവൽ വായിച്ചാൽ 1000 നോവലുകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഒരു നോവലോ അതിൻ്റെ ഒരു വേർഷനുമാണ് ബ്ലസ്സി സാർ സൃഷ്ടിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതിന് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മൾ 200 പേജുള്ള ഒരു നോവൽ വായിച്ചതിന് ശേഷം ആ 200 പേജ് ഓർത്ത് വെക്കുന്നില്ല. അതിൻ്റെ ഒരു സത്തയാണ്, അതിൻ്റെ ഒരു ആശയമാണ്, അത് നമ്മളുടെ മനസ്സിൽ കൊണ്ടു തന്നിട്ട് ഒരു പെയിനാണ് ബാക്കിയാവുന്നത്. അത് സിനിമയിലേക്ക് കൊണ്ടുവരാനാണ് ബ്ലസ്സി സാർ ശ്രമിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ നോവലിനെ അതുപോലെ പകർത്തി വെക്കണമെന്നോ ഡോക്യുമെൻ്റ് ചെയ്യണമെന്നോ ആവശ്യപ്പെട്ടിട്ടല്ല ഞാൻ നോവൽ അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ മനസ്സിലത് വിരിയുന്നത്, ആ സ്വാതന്ത്ര്യത്തോടുകൂടി ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളോടും കൂടിയാണ് അത് ചെയ്തത്. അദ്ദേഹം അത് മനോഹരമായി നമുക്ക് സമ്മാനിച്ചു എന്നുള്ളതാണ് വലിയ സന്തോഷമുള്ള കാര്യം. ആടുജീവിതം കണക്ട് ചെയ്ത് വരുന്ന ഏത് വീഡിയോയുടെ താഴെയും വരുന്ന ഒരുപാട് കമൻറ്റുകളിൽ കോമൺ ആയിട്ട് ഒരുപാട് കാണുന്ന 2 കമൻറ്റ് ഞാൻ പറയാം. അതിൽ എൻ്റെ സത്യം ഇതാണ്. ഒന്ന്, പൃഥ്വിരാജിന് ഓസ്കാർ കിട്ടും, അല്ലെങ്കിൽ ഈ സിനിമ ഓസ്കാറിലേക്ക് അയക്കണം, ഒരു അവാർഡ് ഉറപ്പാണ് എന്ന് പറയുന്നതാണ് മെജോറിറ്റി കമൻറ്റ്. രണ്ടാമത്തെ കാര്യങ്ങൾ, ഒരു സിനിമ കണ്ട് വിജയിപ്പിക്കുന്ന പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ അറിയാൻ എനിക്കും കൂടി ആഗ്രഹമുള്ള, ഒരു പക്ഷേ ഞങ്ങളത് അറിയണോ വേണ്ടോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്, അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം ഒരുപാട് കമൻറ്റിലും വരുന്നത്, നജീബാണ് ഈ ഒരു നോവലിനും സിനിമയ്ക്കും ഒക്കെ മൂല കാരണം എന്ന് നമുക്ക് പറയാം. അപ്പം നജീബ് ഇന്നും ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോവുകയാണ്. ഈ സിനിമയുടെ ഒരു വലിയ വിജയം നജീബിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും ഒരു പക്ഷേ മാറ്റിമറിക്കുന്നത്? അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ സംവിധായകൻ, സിനിമ പിന്നണി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നജീബിന് എന്തായിരിക്കും സിനിമ നൽകുന്ന ഒരു പ്രതിഫലം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും മാറുന്നത് എന്നറിയാൻ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഈ ആദ്യത്തെ ഓസ്കാറിൻ്റെ കാര്യം, ഓസ്കാർ നമ്മൾ കിട്ടുന്നതല്ല, വാങ്ങിച്ചെടുക്കേണ്ടിയാണ്. അതിനുവേണ്ടി ഒരുപാട് പണം മുടക്കുകയും അതിനോട് ഒരുപാട് അധ്വാനം നടക്കുന്നത്, അതിന് പിന്നീട് സമയമുണ്ട്. അപ്പോൾ അത് പിന്നീട് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യത്തിലാണ്ട് ഒരു വർഷങ്ങൾ ഇത് നമുക്ക് ഇദ്ദേഹത്തിന് അതൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ കൂടുതൽ പ്രയാസപ്പെടുത്തുമോ വേദനിപ്പിക്കുമോ എന്നൊന്നും അറിയത്തില്ല. അദ്ദേഹത്തിന് വേണ്ടിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു കൂടെയുള്ള സഞ്ചരിക്കുന്ന ഒരാളായിട്ട് തന്നെ നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ആൾക്കാർ കൂടുതൽ പറഞ്ഞ് അത് മോശമാക്കുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് ഒരു സ്വസ്ഥമായ ഒരു ജീവിതത്തിനുണ്ടാകുന്ന സാഹചര്യങ്ങളെ നമ്മൾ
ഇതിന് 1 വർഷം മുമ്പ് തന്നെ നമ്മൾ ഒരു നല്ലൊരു ജോലി നമ്മൾ ഓഫർ ചെയ്തു. ഇന്നലെ ഞാൻ മറ്റൊരു ഇൻ്റർവ്യൂവിൽ ഇരുന്നപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ബ്ലിസ് സാറ് എനിക്ക് ജോലി ഓഫർ ചെയ്തതാണ്, ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ പണം നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും ഒക്കെ നമുക്കറിയാം. അതിന് ധാരാളം ഇതുണ്ട്. അത് ധാരാളമായി വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലരും അദ്ദേഹത്തിന് പണം കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പലരും രഹസ്യമായി പണം കൊടുത്തിട്ടുണ്ട്. അവർക്കൊന്നും അത് വെളിപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. 2, ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയായി ഇപ്പം ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ആക്രി പറക്കുന്ന ഒരാളായി ജോലി ചെയ്തിരുന്ന ഒരാൾക്കുണ്ടായ ഒരു സോഷ്യൽ ഹൈനസ് ഉണ്ട്. അതിനെ നമ്മൾ വിലമതിക്കണം. മലയാളി അത് ഒരിക്കലും കാണുന്നില്ല എന്നുള്ളതാണ്. ഇന്നാൾ ഒരാൾ പറഞ്ഞതുപോലെ, ഒരാളെ കാണുമ്പം ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ജോലി എന്താണെന്ന്. കാരണം നിങ്ങൾക്ക് എത്ര വില തരണമെന്നറിയാൻ വേണ്ടിയാണ് ആ ചോദിക്കുന്നതെന്ന് പറഞ്ഞ പോലെ. പക്ഷേ നജീബിനെ ഇന്ന് കേരളം കൊണ്ടു നടക്കുന്നു, നജീബിനെ ഇന്ന് ആദരിക്കുന്നു എന്നെങ്കിൽ, നജീബിനെ ഇന്ന് പല വേദികളിലും ഉദ്ഘാടനത്തിന്, ഇപ്പം ഇന്ന് എന്താണ് ഏതോ ചുണ്ടൻ വെള്ളം നീറ്റിലിറക്കാൻ വേണ്ടി നജീബ് പോയിരിക്കണം, അല്ല ഇവിടെ വരേണ്ടതാണ്. അപ്പോൾ നജീബ് വെള്ളം ചുണ്ടത്തോടെ ഇറക്കാൻ പോകുന്നു, പെരുന്നാളിന് ദുബൈയിൽ പോകുന്നു. അങ്ങനെ നജീബിൻ്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വല്ലാതെ ഉയരുന്ന ഒരു സന്തോഷ നിമിഷത്തിലാണ്. അതിനെ നമുക്ക് എന്താണ്, നിങ്ങൾ 1 കോടി രൂപ നിങ്ങൾക്ക് ഒരാൾ തന്നാലും ഈ സോഷ്യൽ സ്റ്റാറ്റസ് ഉയരില്ല. അല്ല, ഇത് ഇത്രയും അറിഞ്ഞാൽ പോരാ എന്നെനിക്ക് തോന്നുന്നു. അതായത് എന്നെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ ഞാൻ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്ത ആൾക്കാർക്ക് അവർ ചെയ്തത് അറിയാതിരിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. സമൂഹം അറിയണ്ടേ എന്ന് വെച്ചാൽ, ഒരുപാട് പേര് ഇത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് കൂടെയാണ്. ഞാൻ പോലും അതിശയിപ്പിച്ച, ഞാൻ പോലും കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത്, ഞാൻ ബെന്യാമിന് കൊടുത്തതിൻ്റെ 10 ഇരട്ടി ഒരു തുക അദ്ദേഹത്തിന് എത്തിയിട്ടുണ്ട്. ഞാൻ പോലും അറിയാതെ എന്ന് പറയുമ്പോൾ, ഈ അപ്പോൾ ഇത് ആര് ചെയ്തു, എന്ത് ചെയ്തു, അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ പോലും ഞങ്ങൾ പരസ്പരം ഞാൻ ഇത്ര അദ്ദേഹത്തിന് എന്നെ സഹായിക്കുന്നു എന്ന് പറയാൻ പോലും ഞങ്ങൾ ചിന്തിക്കാതിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെ മകന് അവിടെ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ പുറത്ത് തന്നെ വിദേശത്ത് ജോലി നമ്മൾ ശരിയാക്കാനായിട്ട്, അപ്പോഴത്തേക്കാണ് അവിടെ ജോലി ശരിയാകുന്നത്. അപ്പോൾ ഒരിക്കലും ആശങ്ക ആർക്കും വേണ്ട. ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യാം. പക്ഷെങ്കിൽ നമ്മളൊന്നും ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം പൊതുസമൂഹത്തിൽ ഞങ്ങളെയൊക്കെ വ്യക്തിപരമായി അറിയുന്നവരുടെ അടുത്ത് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിനോട് ഞങ്ങളെങ്ങനെ കടപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വ്യക്തതയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. സിനിമ ആഘോഷിക്കപ്പെടുമ്പോഴും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഇടയ്ക്ക് വന്നിരുന്നു. ഇപ്പം അതിനുശേഷം നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ചൊരു ഇൻ്റർവ്യൂവിന് ആദ്യമായിട്ടാണ്. അപ്പം താങ്കൾ തന്നെ പറഞ്ഞിരുന്നു, ഒരു ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിന്റെ സീൻ ചിത്രീകരിച്ചെന്നും പിന്നീട് സെൻസർ ബോർഡ് കളഞ്ഞെന്നും. ബ്ലെസ്സി സാർ അതിനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഇത് എന്താണ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് ശരിക്കും സംഭവം? ഈ അനാവശ്യ വിവാദങ്ങളുടെ ആവശ്യം? അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ സിനിമ ഇറങ്ങുന്നതിന് വളരെ നാളുകൾക്ക് മുമ്പേ തന്നെ തുടങ്ങിയ വിവാദങ്ങളുടെ തുടർച്ച മാത്രമാണ് അത് വിവാദങ്ങളെ നമ്മൾ അത് ഗൗരവമായി എടുക്കുന്നില്ല. പക്ഷേ ഇത് ഞങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ സംഭവിച്ചതാണ്. കാരണം ഈ സിനിമ ഷൂട്ട് ചെയ്ത് തീർത്തിട്ട് തന്നെ ഏതാണ്ട് 1.5 വർഷമായി. അതിനുശേഷം ആണെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ ഇത്തരം സിനിമയ്ക്ക് അവസാനം സെക്കൻഡ് പാദം ഷൂട്ട് പോകുന്നതിന് മുമ്പ് വലിയ ചർച്ചകൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനും ബ്ലിസാറും പൃഥ്വിരാജും ക്രൂ എല്ലാം കൂടി ഇരുന്നിട്ട് എങ്ങനെയാണ് ഓരോ സീനും ഇനിയും വരാനിരിക്കും, സെക്കൻഡ് ഭാഗത്തിലെ ഓരോ സീനുകളും എടുക്കേണ്ടതെന്നതിനെ സംബന്ധിച്ച് നല്ല ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തത്. ഇപ്പം ഈ പറഞ്ഞതുപോലെ ആടുമായി ബന്ധപ്പെട്ട, ആടെന്ന് പറയുമ്പം ഇനി വാക്ക് വെറുതെ തെറ്റിദ്ധരിക്കരുത്, ആടുകളുമായി ബന്ധപ്പെട്ട എല്ലാ സീനുകളും എടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ടാണ്. പക്ഷേ അത് പോയിട്ട് അത് അവിടെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളറിയുന്നത് ഇതിന് എ സർട്ടിഫിക്കറ്റ് ആയിപ്പോയി എന്ന ഒരു വലിയ ഇതാണ്. അപ്പോൾ അത് ഞാൻ വിചാരിക്കുന്നത് എന്താണ്, അതുകൊണ്ടാണ് എ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇത് കിട്ടി. പക്ഷേ യഥാർത്ഥത്തിൽ എ സർട്ടിഫിക്കറ്റ് ആയത് ഈ പൃഥ്വിരാജിന് ന്യൂഡിറ്റി കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അവരത് തിരിച്ചു തരികയായിരുന്നു. എനിക്ക് തോന്നുന്നു ബോംബെ പോയിട്ടോ മറ്റോ, നമുക്കിതിൽ നമ്മൾ ബോംബെ പോയിട്ടോ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചത് അത്തരം സീനുകൾ കാരണമാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ആയി പോയി. അതെ 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 അതെ. റിവൈസ് കമ്മിറ്റി ബോംബെ പോയ സെൻട്രൽ കമ്മിറ്റിയാണ് നമുക്ക് പിന്നെ യു എ തരുന്നത്. അപ്പം ആ എ സർട്ടിഫിക്കറ്റ് കിട്ടിയത് മാറിയത് ഈ മറ്റ് ചില സീനുകൾ കട്ട് ചെയ്തുകൊണ്ടാണെന്നാണ് എൻ്റെ വിചാരം. കാരണം അത് മാത്രമല്ല, സാറൊന്ന് പറയുകയും ചെയ്തിരുന്നത്, പിന്നെ അവന്
ഒരു നമ്മുടെ സിനിമ മൊത്തത്തിൽ ഫസ്റ്റ് കട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എത്ര 3 മണിക്കൂർ 3.5 മണിക്കൂറുണ്ട്. അത് നമ്മൾ ഏകദേശം 45 മിനിറ്റ് 50 മിനിറ്റിൻ്റെ സാധനം കളഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെയായിരിക്കും കളഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയൊരു തെറ്റിദ്ധാരണയുള്ള അത് വേറെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് തന്നെയാണ് പല ഇന്റർവ്യൂകളിലും ചർച്ചകളിലും ഒക്കെ കാണുന്നത്. ശരിക്കും അനാവശ്യ വിവാദങ്ങളായിരുന്നെങ്കിൽ അത് ഈ സിനിമയുടെ ഒരു മാറ്റ് കുറയ്ക്കുന്നത് പോലെ ആൾക്കാർ മനഃപൂർവ്വം അത് കുത്തിപ്പൊക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു സാർ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലെ ഒരു അധ്വാനം ഇങ്ങനെ എന്തെങ്കിലും ഒരു പാഴ്വാക്കിൽ നഷ്ടപ്പെടാനുള്ളതല്ല. പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു എക്സസൈസ് മാത്രമാണത്. ഇത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു സ്വീകാര്യത ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? എനിക്ക് അത് ചിന്തിക്കുന്നില്ല ആരും. എല്ലാവരും നജീബിനെക്കുറിച്ച് പറയുന്നുണ്ട്, മറ്റു കാര്യം. എല്ലാവരും ഇങ്ങനെ ഒരു മണ്ടത്തരം എടുത്ത ഒരു വിഡ്ഢിയ എന്നുള്ള രീതിയിൽ എല്ലാവരും എന്നെ എങ്ങനെയൊക്കെ ചിത്രീകരിച്ചതിനെ ഞാൻ ഇനി ഉണ്ടാകുമായിരുന്നു. തീർച്ചയായിട്ടും അതൊന്നും ആരും ചിന്തിക്കുന്നും പറയുന്നുമില്ല. അപ്പോൾ അങ്ങനെ കാര്യം കൂടെ ഉണ്ട്. നമ്മൾ 16 വർഷം ബ്ലസ്സി സാർ എങ്ങനെ സർവൈവ് ചെയ്തു എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിക്കേണ്ടതുണ്ടായിരുന്നു. ബ്ലസ്സി സാറിന് എന്ത് കൊടുത്തു എന്നെന്താണ് ആരും ചോദിക്കുക. ഞാൻ മറ്റ് നോവൽ എഴുതി, പൃഥ്വിരാജ് മറ്റ് സിനിമകളിൽ അഭിനയിച്ചു. എല്ലാവരും അവരവരുടെ ജോലികളിൽ, ക്രൂവിൽ മറ്റെല്ലാവരും അവരവരുടെ ജോലികളിൽ അവരവരുടെ മേഖലകളിൽ വ്യാപൃതരായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇത് സംബന്ധിച്ചത്. പക്ഷേ ബ്ലസ്സി സാർ മാത്രം ഈ 16 വർഷവും ഇതിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അതിന് എത്ര പണം കൊടുത്താൽ അതിനെ മറികടക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതെന്തുകൊണ്ടാണ് സമൂഹം ചോദിക്കാത്തത്? അത്രയധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരു വലിയൊരു നമ്മുടെ ഒരു വിജയമായിട്ടൊക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ അതിനെ എനിക്ക് പുറത്തുനിന്ന് ആരും ഇത് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. പുറത്തുനിന്ന് ആരും ഇതിനെ മറ്റ് അന്യഭാഷയിൽ നിന്നിട്ട് കഴിഞ്ഞ ദിവസം ബോംബെയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ കാണിക്കുമ്പോൾ കമൽ സാർ ഉൾപ്പെടെ മണിരത്നം ഉൾപ്പെടെ ഉള്ള ആൾക്കാരുടെ വാക്കുകൾക്ക് അപ്പുറമായിട്ടാണ് ഇപ്പം ചിലർ സംസാരിക്കുന്നത്. അത് എന്തിനാണെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. അതെല്ലാം സംസാരിക്കട്ടെ. അതിലും കേരളത്തിലെ അല്ല ലോകത്തെമ്പാടുമുള്ള ആൾക്കാർ ഈ സിനിമയെ വളരെ ശക്തമായി ആഘോഷിക്കപ്പെടുമ്പോൾ ചില അപശ്രുതികൾ ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മളതിനെ അല്ല ഭാഗ്യത്തിന് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ആളായതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞോ ഞാൻ അറിയാറുള്ളൂ. ഇത് നോക്കാറില്ല. ഇവരുടെ ആരുടെ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല. ഭാഗ്യം. ഇതിന്റെ റിലീസിന് ശേഷം എല്ലാവരും കൂടെ ഉള്ളൊരു ഗെറ്റ് ടുഗദറിൽ പ്രതി തമാശ രീതിയിലാണെങ്കിലും ചോദിച്ചിട്ട് പോയാലും മഞ്ഞവെയിൽ മരണങ്ങൾ നമുക്ക് ചെയ്യേണ്ടത് സംഭവിക്കുമോ? എന്താണ് അടുത്തൊരു? കാരണം അത് തന്നെ സോഷ്യൽ മീഡിയയിൽ അന്ന് ഫുൾ ചർച്ചയായിരുന്നു, വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആടുജീവിതം സംഭവിക്കുമെന്നൊരിക്കലും വിചാരിച്ചതല്ല എൻ്റെ ജീവിതത്തിൽ. പക്ഷെ ബ്ലസ്സി സാർ വന്നു, അച്ഛൻ ചർച്ചകളുണ്ടായി, അത് മുന്നോട്ട് പോയി. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം ഇന്നോളം ഞാൻ പ്ലാൻ ചെയ്ത് സംഭവിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യവും വരുന്നത് പോലെ സംഭവിക്കുന്നു എന്നുള്ളതല്ല. അത് നല്ലതായാലും ചീത്തയായാലും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതിലെല്ലാം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളതല്ല. അതുകൊണ്ട് അത് സംഭവിക്കാനുള്ളതാണെങ്കിൽ സംഭവിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനങ്ങനെ വലിയ ആഗ്രഹമൊന്നും പുലർത്തുന്നില്ല അതിനെക്കുറിച്ച്. സാർ, ഇനി ഇത്രയും വളരെ സീരിയസ് ചർച്ചയ്ക്കിടെ ഞാനൊരു ചെറിയൊരു ഫൺ കാര്യം ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഈ സിനിമ റിലീസിന് ശേഷം വന്ന ഒരുപാട് മീം ട്രോളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടുജീവിതം കണ്ടിറങ്ങി പിറ്റേ ദിവസം ദുബായ്ക്കോ വിസ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ് കുറേ സാധനങ്ങൾ കാണുന്നത് തമാശ രീതിയിലാണ് പറയുന്നത്. അത്ര ആളുകൾ കിട്ടി. അതുപോലെ തന്നെ ഇതിന്റെ ഹിന്ദി റീമേക്കിലേക്ക് അക്ഷയ് കുമാറിനെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. സാറ് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും അയച്ചു തന്നിട്ടുണ്ടോ? മരുഭൂമിക്ക് സാറ് കണ്ടോന്ന് അറിയത്തില്ല, ഞാൻ കണ്ടു. അങ്ങനെ പലതും ഉണ്ട്. ഭീമന്റെ പറയുന്ന സാധനമുണ്ട്, ബ്ലസ്സി സാർ ആദ്യം എന്നെയാണ് സമീപിച്ചത് എന്നൊക്കെ പറയുന്ന ആൾക്കാർ തമാശകളല്ലേ. അതൊക്കെ ഫോട്ടോ ഉണ്ട്, അതൊക്കെ ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു പ്രൊമോഷനും അതിനോടുള്ള ഒരു പിന്തുണ പ്രഖ്യാപിക്കലും അവരുടെ ഒരു സ്നേഹവും ഒക്കെയാണ്. ഇപ്പം ഇതിനകത്തെ പാട്ട് പെരിയോനെ എന്ന് പറയുന്ന പാട്ട് പാടാത്ത കുട്ടികൾ ഇന്ന് കേരളത്തിലില്ലാത്ത വിധത്തിൽ ഞാൻ ഇൻസ്റ്റഗ്രാമൊക്കെ തുടങ്ങിയാൽ അതിലേക്ക് ഇങ്ങനെ എന്താണ് ഈ മെസ്സേജുകൾ പറയുന്ന ഇതിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ കുട്ടികളും ഇങ്ങനെ പാടി ഇട്ടുകൊണ്ടിരിക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഈ പടത്തോടുള്ള ഒരു ഇഷ്ടം, അവർക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടു, അവർ കാണിക്കുന്ന ഒരു ആനുകൂല്യം. ഇപ്പം നമ്മൾ ആരൊക്കെ ഇത്രയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ എന്താണ് വെറുപ്പുകൾ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്
ഇതൊന്നുമില്ലാതെ സാർ നിങ്ങളിതൊന്നും പേടിക്കേണ്ട, ഇതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് പറയുന്ന എത്രയോ ആയിരം ആൾക്കാർ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളുടെ വില എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം മീമായാലും പാട്ടുകൾ ചെയ്യുന്നതായാലും റോളുകൾ ഉണ്ടാക്കുന്നതായാലും ഒക്കെ നമ്മളോടുള്ള ഒരു സ്നേഹത്തിൻ്റെ തുടർച്ചയായിട്ട് മാത്രമാണ് നമ്മളതിനെ കാണുന്നത്. സാർ ഇതൊന്നും കണ്ടിട്ടില്ല? സാർ ഇതൊന്നും കാണുന്നത് എപ്പോഴെങ്കിലും അതെ സാർ, നമുക്ക് ഇതിന്റെ ഒരു ഇന്റർവ്യൂവില് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു തുടർച്ച എന്നൊക്കെ പറഞ്ഞ് പലരും ടൈറ്റിലിംഗ് ആവശ്യം ഇടുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വിധം എന്താ പറയുക, ഇതിൻ്റെ തുടർച്ച എന്നുള്ളതല്ല, ഇതിൻ്റെ ഒരു പ്രൊമോഷനെ കുറിച്ച് ചിന്തിച്ച സമയത്ത് നമ്മൾ ചിന്തിച്ചിരുന്നൊരു കാര്യമാണ് ഈ സൈനു ഈ 3 വർഷക്കാലം എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതിനെക്കുറിച്ച് കുറേ ഷോട്ടുകൾ മാത്രമായിട്ട് എടുത്തിട്ട് ഒരു പരസ്യത്തിന് ഉപയോഗിക്കണം, സൈനുവിനെ വെച്ച് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. സൈനുവിൻ്റെ കാത്തിരിപ്പ്, സൈനു പോസ്റ്റ് ഓഫീസിൽ പോയിരിക്കുന്നത്, അരി വാങ്ങാനായിട്ട് കടയിൽ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കമൻറ്റുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഒരു 5-6 സീക്വൻസുകളൊക്കെ ആലോചിച്ചിരുന്നു. ഒപ്പം തന്നെ ഞാൻ അമലയുടെ അടുത്ത് ഇതിൻ്റെ ചില പാച്ച് വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു കഥയുണ്ട്, സൈനുവിൻ്റെ കഥ. സൈനു ഒറ്റപ്പെട്ടപ്പോഴുണ്ടായ അനുഭവങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കഥ ഞാൻ പറഞ്ഞു. കഥ നമുക്ക് പറയാൻ രസമല്ലേ. അപ്പം അങ്ങനെ പറഞ്ഞു. ഒരു ഘട്ടത്തിൽ നമുക്ക് ഒരുപാട് കേട്ടപ്പോൾ പലരും അതൊരു രസകരമായ ഒരു കഥയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു സിനിമയാക്കി. മലയാളിയുടെ ജീവിതത്തിൽ സൈനുവിൻ്റെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എത്ര ഗൾഫ് മലയാളികൾ അവിടേക്ക് പോയിട്ടുണ്ടോ അത്രത്തോളം സ്ത്രീകൾ ഇവിടെ ഒറ്റപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്. അവിടെ ഒറ്റപ്പെടലിൻ്റെ ചരിത്രം യഥാർത്ഥത്തിൽ അടയാളപ്പെടുത്തേണ്ടതാണ്. സാർ ചെയ്തില്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും ചെയ്യേണ്ടതാണ്. ആ സ്ത്രീ വേർഷൻ, ഗൾഫ് പ്രവാസത്തിൻ്റെ സ്ത്രീ വേർഷൻ എന്ന് പറയുന്ന വലിയൊരു സാധ്യത അതിനകത്തുണ്ട് എന്നുള്ളത്. ആ ഒറ്റപ്പെടൽ ഇപ്പം ഇതൊരു 3 വർഷമാണെങ്കിൽ ചില സ്ത്രീകളൊക്കെ 10-20 വർഷം പുരുഷനെ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ, ചിലപ്പം അവധിക്ക് ഒരു 2 മാസത്തിനുള്ളിൽ. അവരുടെ ഒരു ഏകാന്തത എന്ന് പറയുന്ന ഒരു സാധനം, ഈ കുട്ടികളെ വളർത്തേണ്ടത്, കുടുംബം നോക്കേണ്ടത്, അങ്ങനെ ഒരു വലിയ പ്രതലം തന്നെയുണ്ട് നമ്മുടെ പ്രവാസവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അത് നിശ്ചയമായിട്ട് ആരെങ്കിലും ചെയ്യട്ടെ. അതിനെന്തെങ്കിലും സാധ്യതകളുണ്ടോ? അറിയത്തില്ല, സാധ്യത ഇല്ല. കാരണം അതിനൊരു ശക്തമായ രീതിയിൽ അതിൻ്റെ കുറേയധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം എനിക്കറിയത്തില്ല ഇപ്പം. പക്ഷെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം കൂടെയാണ്. സിനിമ പ്രത്യേകിച്ച് ഇപ്പം തിയേറ്ററിക്കൽ സിനിമ എന്ന് പറയുന്ന വേറൊരു രീതി തന്നെയാണ്. പക്ഷെങ്കിൽ ഇതിന് ഒരു കഥ എന്നുള്ള രീതിയിലും ഒരു സിനിമ എന്നുള്ള രീതിയിലും ഒക്കെ സാധ്യത ഭയങ്കരമായി, പ്രത്യേകിച്ച് ഈ സൈനുവിൻ്റെ അനുഭവങ്ങൾ ഇത് പലയിടത്തും സംഭവിച്ചിട്ടുള്ള ഒരുപാട് റെഫറൻസുകളുള്ള ഒരു കാര്യങ്ങളാണ്. അതുണ്ടാവുക എന്നുള്ള ഇപ്പം പറയാൻ പറ്റുന്നില്ല, സാധ്യതകളുണ്ട്. സാർ ശരിക്കും പറഞ്ഞാൽ ഒരു ഇതിന് വലിയൊരു കുഴപ്പമുണ്ട്. ഞാൻ ഈ ഇമോഷൻ്റെ ആളായതുകൊണ്ട് ഇതൊരു ഭയങ്കര ഇമോഷനുള്ളൊരു പടമായിട്ട് മാറിപ്പോകും എഴുതി കഴിഞ്ഞാൽ. അത്രയും അതെ, ആൾക്കാർ തല്ലിക്കൊല്ലുന്ന രീതിയിൽ ചിലപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞു. സാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാഴ്ചക്കാരനും ചിന്തിക്കുന്നത് കൊടുക്കാത്തപ്പോഴാണ് ഒരു സംവിധായകൻ വ്യത്യസ്തനാവുന്നത്. ഒരു പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സിനോടനുബന്ധിച്ച് നാട്ടിൽ നിന്നൊരു ഫോൺ കോൾ വരികയും കുട്ടിയുടെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള പലരും പ്രതീക്ഷിച്ചു ഇപ്പം അവിടെ ഒരു ഷോട്ട് കാണിക്കാം അവരുടെ. നമ്മൾ പ്രതീക്ഷിച്ചു ഒരു ഷോട്ടെങ്കിലും നമ്മൾക്കും കാണുന്നതായതുകൊണ്ട് അവരിപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ സാർ അവിടെ അവരെ കാണിച്ചതേ ഇല്ല, ഒറ്റ ഷോട്ടിൽ അത് തീർത്തു. അത് ബോധപൂർവമായ ഡിസിഷനായിരുന്നു. വേണമെങ്കിൽ ബോധപൂർവ്വമാണെന്ന് തന്നെ പറയാം. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം ആ ഒരു ഡിസിഷനിലേക്കൊക്കെ ഞങ്ങൾ വരുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഏത് വർഷമാണെന്ന് ഓർക്കുന്നില്ല. ഹൈദരാബാദിൽ ഞാൻ രാജുവിനെ കാണാനായിട്ട് പോവുകയും ഇതിൻ്റെ സ്ക്രിപ്റ്റ് ബാക്കി എങ്ങനെയൊക്കെ വായിച്ച് കേൾപ്പിക്കാനൊക്കെ ആയിട്ട് വന്ന സമയത്താണ് ഒരു രാത്രി വെളുപ്പിനെയോ മറ്റൊരു 1 മണി 2 മണി സമയത്തൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസാനം. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത് പറയുമ്പോഴാണ് ഇങ്ങനെയാണ് ഈ ഷോട്ട് പ്ലാൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അത് ഭയങ്കര ഒരു ഞെട്ടിക്കുന്ന ഒരു റിയാക്ഷനായിരുന്നു. കാണിക്കുന്നത് കാരണം നമുക്ക് നമ്മൾ ഇപ്പൊ കാണി കുട്ടി ഇപ്പൊ സൈന്യം എങ്ങനെയാണ്, പക്ഷെ അത് കാണിച്ചില്ല. ചിലത് കാണിക്കാത്തതിൻ്റെ കൂടെ സൗന്ദര്യമുണ്ട്. അത് തീർച്ചയായിട്ടും. സാർ മമ്മൂക്ക മുൻപ് പറഞ്ഞിട്ടുണ്ട്
കഥ പറയാൻ വന്ന ബ്ലസ്സി ശ്രീനിവാസൻ സാറിനെയോ മറ്റാരെ കൊണ്ടോ എഴുതിക്കാന്ന് പറഞ്ഞപ്പം ബ്ലസ്സിയോട് നിങ്ങൾ തന്നെ എഴുതി നോക്കൂ എന്ന് പറഞ്ഞ് അതായത് സാറിനെ ഒരു പക്ഷേ തിരക്കഥാകൃത്ത് ആക്കിയതിൽ വലിയൊരു പങ്ക് മമ്മൂക്കയ്ക്ക് ഉണ്ടെന്ന് പറയാം. വലിയ പങ്കല്ല, നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വീണ്ടും ആരെങ്കിലും സമീപിച്ചതിന്. ഇപ്പോൾ ആ പയ്യനുള്ള ശേഷമുള്ള എല്ലാ കഥകളും സാർ തന്നെ എഴുതിയത്. അടുത്തൊരു പ്രൊജക്റ്റിനെ പറ്റി സാർ ആലോചിക്കുമ്പോൾ പാഠജീവിതം ആഘോഷിക്കപ്പെടുകയാണ്, ഇനിയും മുമ്പോട്ട് അങ്ങനെ തന്നെ പോകും. അടുത്തൊരു പ്രൊജക്റ്റിനെ പറ്റി ആലോചിക്കുമ്പോൾ വിത്ത് മമ്മൂക്കയായിരിക്കും. എന്താണ് അടുത്തൊരു സിനിമ? മമ്മൂക്കയായിട്ട് ഇനി ഒരു സിനിമ എപ്പോഴായിരിക്കും വരുന്നത്? ഒരു സിനിമ വരട്ടെ, എന്നിട്ടാണല്ലോ ആരെന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുക. ഒരു സിനിമയുടെ ഒരു പൂർണ്ണ രൂപത്തിലെത്തിയില്ലെങ്കിൽ പോലും പൂർണ്ണ രൂപത്തിലെത്തണമെന്നില്ല, ഒരു ഫ്രെയിമെങ്കിലും എനിക്കുണ്ടാവട്ടെ. ഒരു ഫ്രെയിം കിട്ടിയാൽ മതി എനിക്ക്. ആ ഫ്രെയിമിൽ നിന്ന് ഞാൻ സാറിന് സിനിമ ഉണ്ടാക്കുന്നത്. ശരിക്കും പറയാം, ഇനി ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഭയങ്കര ഇത്രയും വർഷത്തെ സിനിമ ചെയ്തതിലും ഭയങ്കര ടെൻഷൻ ആയിരിക്കില്ലേ? ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ കാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പലരും ചോദിച്ചു ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അവിടെ മലയാളത്തിലെ വളരെ പ്രശസ്തരായ പല ആൾക്കാരും. അപ്പം എനിക്ക് അത് വലിയ പ്രയാസം തോന്നിയില്ല. കാരണം സർഗാത്മകമായ എഴുത്തിൽ നിൽക്കുന്ന ഒരാൾക്കും അത് ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആടുജീവിതം എഴുതി കഴിഞ്ഞപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും. നമ്മളതിനെ അപ്പോഴേ മറന്നു കളഞ്ഞിട്ട് നമ്മൾ അടുത്ത കൃതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം അതുകൊണ്ട് തന്നെ 3 വർഷം കഴിഞ്ഞപ്പോൾ മഞ്ഞവെയിൽ വർണ്ണങ്ങൾ എന്ന് പറയുന്ന കൃതി എഴുതാൻ നമുക്ക് പറ്റുകയും അത് ആടുജീവിതത്തെക്കാൾ അതിൻ്റെ ഭാരം ചുമന്നുകൊണ്ട് നടക്കാതിരിക്കും. അതാണ് നമ്മളതിൻ്റെ ഭാരം. അത് ചിലപ്പം ആഘോഷമായിരിക്കാം, അല്ലെങ്കിൽ അത് നൽകിയ ഇതായിരിക്കാം. അതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത പ്രൊജക്റ്റ് എന്താണെന്ന് ആലോചിക്കുക. ആ ക്രിയേറ്റിവിറ്റിയാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അല്ലാതെ ഈ പുറത്ത് കിടക്കുന്ന ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒന്നും അല്ല നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. നമ്മുടെ സന്തോഷം നാളെ നമുക്ക് എന്ത് എഴുതാൻ കഴിയും, നാളെ നമുക്ക് പുതിയതായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും ഈ നമ്മുടെ ക്രിയേറ്റീവ് ഇടത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് അതൊരു പ്രശ്നമായി എനിക്ക് ഒരിക്കലും തോന്നില്ല. സാർ അതൊരിക്കലും തലയിൽ വഹിക്കുന്ന ഒരാളല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു ഈ വലിയ പ്രോജക്റ്റുകൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടായി. എന്നുവെച്ചാൽ ഇതിൻ്റെ എന്തൊക്കെയാണ് പിഴവുകളുണ്ടായത്, എന്തൊക്കെയായിരുന്നു ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ മനസ്സിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിലും വലിയൊരു സിനിമ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. അറിയത്തില്ല. അടുത്ത ഞങ്ങൾ മഞ്ഞവെയിൽ വർണ്ണങ്ങൾ ചെയ്യാൻ പോകും. അടുത്ത സിനിമയെ കുറിച്ചൊക്കെ അല്ല, സാർ മഞ്ഞവെയിൽ വർണ്ണങ്ങൾ ആദ്യം വായിക്കട്ടെ, അതിനുശേഷം നമ്മള് ഞാൻ വായിച്ചിട്ടുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഭയങ്കരമായിട്ട് ബെന്യാമിൻ്റെ പുസ്തകങ്ങളുടെ ഇതിലൊക്കെ ഏറ്റവും വലിയ അതിൻ്റെ ഈ ഭൂമിക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു തലമാണ്. ഇപ്പം ഡെസേർട്ടിനെക്കാട്ടും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നത് സൃഷ്ടിച്ചെടുക്കാൻ. അത് ദിയോഗാശിയ എന്ന് പറയുന്ന ദ്വീപ്, വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലം, ബോട്ട് സഞ്ചാരങ്ങൾ, അങ്ങനെയൊക്കെ ഒരു വെറൈറ്റി സ്ഥലമാണ്. അത് ഈ പറഞ്ഞതുപോലെ മറ്റൊരു മരുഭൂമി യാത്രയാവും മഞ്ഞവെയിൽ വർണ്ണങ്ങൾ ചെയ്താൽ. ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ലേ? അടുത്തൊരു മഞ്ഞവെയിൽ വർണ്ണങ്ങൾ നിങ്ങളുടെ തന്നെ കോമ്പിനേഷനിൽ വരുന്നൊരു സിനിമയായിരിക്കും. ആൾക്കാർ ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? അല്ല, എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഒരുപാട് മുമ്പാണ് അത് വായിച്ചത്, ഒരുപാട് മുമ്പ്. എന്ന് വെച്ചാൽ ബെന്യാമിനെ പരിചയപ്പെടുകയും ആടുജീവിതം വായിക്കുകയും അതിൻ്റെ തുടർച്ചയായിട്ട് വായിച്ചൊരു കാര്യമാണ്. അപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല.